അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ജി സുധാകരൻ എന്ന സമുന്നതനായ സഖാവ് CPM-ന്റെ മുതൽക്കൂട്ടായിരുന്ന ഒരു നേതാവ് പാർട്ടി വിട്ട് ഇറങ്ങുന്നു. പാർട്ടിയുടെ അധിക്ഷേപം കാരണം, അവരുടെ അവഗണന കാരണം പാർട്ടിയിൽ നിന്നിറങ്ങുന്നു. പിന്നീട് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. ആദ്യഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം തോൽക്കുമെന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ CPM-ന്റെ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നു. അമ്പലപ്പുഴയിൽ മാത്രമല്ല, ആലപ്പുഴയിൽ ഒന്നാകെ ഒരു പതനം, ഒരു ഇടർച്ച പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ജി സുധാകരൻ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ജി സുധാകരൻ വിജയിക്കുമെന്നതിന് 100% ഉറപ്പുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരിക്കലും ഒരു പാർട്ടി കണ്ടിട്ടല്ല അവിടുത്തെ ജനങ്ങൾ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ ഒരു പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി പ്രഭാവം, മേഘയുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഓറ. അദ്ദേഹം ഒരു ഓറ ഫാം. VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന പോലെ, ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത് പോലെ, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉള്ളതുപോലെ, ഷാഫി പറമ്പിൽ ഉള്ളതുപോലെ ഒരു പേഴ്സണൽ ഓറ. ഒരു പേഴ്സണൽ ഓറ. ആ ഒരു പേഴ്സണൽ ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു കാന്തികമായ ഒരു മാഗ്നറ്റിക് ഓറയാണത്. അതായത് അത് എവിടെ നിൽക്കുന്നു അവിടേക്ക് എല്ലാത്തിനെയും വലിച്ചടിപ്പിക്കുന്ന ഒരു പ്രത്യേകതര ഒരു ഓറ. ആ ഒരു ഓറ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ എവിടെ നിന്നാലും ജയിക്കും എന്ന് ഞാൻ നിസ്സംശയം പറയുവാനുള്ളത്. കാരണം അദ്ദേഹത്തിന് പാർട്ടി ഒന്നും വേണ്ട. ഇതിപ്പോൾ UDF-ന്റെ സപ്പോർട്ടിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്നെങ്കിൽ പോലും എന്താകും സംഭവിക്കുക? അദ്ദേഹം ജയിക്കും. പക്ഷേ ഇവിടെ കളി മാറാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ UDF മന്ത്രിസഭ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും ഈ തവണത്തെ നിയമസഭ സ്പീക്കറായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് അദ്ദേഹത്തെ കടന്നാക്രമിച്ച പിണറായിയും MV ഗോവിന്ദനും അടങ്ങുന്ന ടീമുകൾ അദ്ദേഹത്തെ സാർ എന്ന് വിളിക്കേണ്ടി വരും. സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അൾട്ടിമേറ്റ് ആണ്. അദ്ദേഹമാണ് ഒരു നിയമസഭയുടെ എംപറർ. ഒരു എംപററിന് എന്താണ് സാർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടി വരും. കുലംകുത്തി എന്നും എന്താ പറയുന്ന വർഗവഞ്ചകനെന്നും പറഞ്ഞ മനുഷ്യനെ മുഖത്ത് നോക്കി മേ ഹംബിൾ യുവർ ഓണർ എന്ന് പറഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കാട്ടി കൂടുതൽ വലിയ നാണക്കേടൊന്നും പിണറായിക്കും ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾക്കും വരുവാനില്ല എന്നുള്ളത് ഒന്നാമത്തെ സത്യം. പിന്നെ ഈ അമ്പലപ്പുഴയിലെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഡീൽഡാണ്. മനസ്സിലായി. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ജി സുധാകരൻ ഗോധയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നും കാണാതെ പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച്, പാർട്ടി സ്ഥാനം ഉപേക്ഷിച്ച് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയിട്ടുള്ള വ്യക്തിയൊന്നും അല്ല. അദ്ദേഹത്തിന് എവിടെ ഏത് കൊമ്പിലെറിഞ്ഞാൽ മാങ്ങ വീഴുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം കല്ല് കയ്യിലെടുത്തിട്ടുള്ളത്. ആ കല്ല് ഉറപ്പായിട്ടും കമ്പിൽ കൊള്ളുമ്പോൾ വീഴുന്ന മാങ്ങകൾ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ മിച്ചമുള്ള CPM സീറ്റുകളായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അതെ, ഇപ്പോൾ ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും CPM-ന്റെ റിപ്പോർട്ട് തന്നെ പറയുകയാണ് ആലപ്പുഴയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു. മേഘ, ഈ CPM-ന്റെ സൈബർ ഇടങ്ങൾ എന്ന് മേഘ പറയുമ്പോൾ ഒരു കാര്യം മേഘ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടുത്തെ പാർട്ടിയുടെ പതനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിലൊരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ പരാജയങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്ന സ്ഥിരം ഒരു പല്ലവിയുണ്ട്, കനലൊരു തരി മതി. അവർക്കറിയാം കനലേ ഉള്ളൂ, തീ തീർന്നു. മറ്റൊരു ഡയലോഗ് ഉണ്ട്, തിരിച്ചു വരാൻ പറ്റാത്ത ദൂരം ഇതല്ലൻ സഖാക്കളെ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് M സ്വരാജ് ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കറിയാം, സ്വന്തം പഞ്ചായത്തിൽ പോലും ജയിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇലക്ഷന് വേണ്ടി നോക്കൂ, ഇടതുപക്ഷ ഇപ്പൊ UDF-ന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഇറങ്ങാൻ മത്സരിക്കുന്ന ചാണ്ടി ഉമ്മനുണ്ട്, മത്സരിക്കാത്ത ഷാഫി പറമ്പിലുണ്ട്. അങ്ങനെ പല നേതാക്കളും ഓടി നടന്ന് പ്രചാരണം നടത്തുന്നു. ഇതിൽ ജയിക്കാൻ പോലും കഴിയാത്തൊരു നേതാവാണ് ഇടതുപക്ഷത്തിന് ഉയർത്തിക്കാട്ടാനുള്ളത്. ഇതിൽ മുൻപ് ഒരു സംഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, VK നായനാരെ അദ്ദേഹം ചുമ്മാ വന്ന് നിന്നാൽ പോലും അവിടെ ജനസമുദ്രമാണ്. മനസ്സിലാവും. VK നായർ ചുമ്മാ വന്നാൽ ജനസമുദ്രമാണ്. VS അച്യുതാനന്ദൻ ചുമ്മാ വന്ന് നിന്നൊരു ജനസമുദ്രമാണ്. EMS നമ്പൂതിരിപ്പാട് വിക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ ആൾക്കാർ തിങ്ങിക്കൊടുക്കും. കാരണം ആ വിക്കിനിടയ്ക്ക് അദ്ദേഹം ഇട്ടുകൊടുക്കുന്ന ചില തീപ്പന്തങ്ങളുണ്ട്, അല്ലെങ്കിൽ തീ ഉണ്ടകൾ എറിയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ. ഇവിടെ പിണറായി വന്നു കഴിഞ്ഞാൽ കുറച്ച് പാർട്ടിക്കാരുണ്ട്, കൊടി പിടിക്കാനുണ്ട്, കുറെ ബ്ലാക്ക് കാറ്റുകളും. അതല്ലാതെ ഇവിടെ ബാക്കി ഒരു നേതാവിനും കിട്ടാത്ത കുറെ ഓറ പഴയ കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർക്കുണ്ടായിരുന്നു. കാലം മാറിയപ്പോൾ, ഞാൻ കംപ്ലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, കാലം മാറിയപ്പോൾ അത് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരിലേക്ക് പോയി. ഷാഫി പറമ്പിൽ ചുമ്മാ വന്നു നിന്നാൽ അവിടെ ജനസമുദ്രമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ചാണ്ടി ഉമ്മൻ ഒരു സൈക്കിളിൽ കറുപ്പെടുത്ത് ചുമ്മാ ഒരു സൈക്കിളിൽ ട്രാക്ക് സൂട്ട് വിട്ട് ചവിട്ടിപ്പോയാലും പുള്ളിക്ക് വോട്ട് വീഴുമെന്നുള്ള ആത്മവിശ്വാസമാണ്. ഒരു ഫ്ലെക്സ് പോലും ഇല്ലാതെ, ഫ്ലെക്സ് ഇല്ല, ഒരു ചോരെഴുത്തുണ്ട്, 2 മൂന്നെടുത്തുണ്ട്. അത് പാർട്ടിക്കാർ വെച്ചിട്ടുള്ള ചോരെഴുത്താണ്. ഒരു കൊട്ടിക്കലാശം ഇല്ല, ഒരു ഫ്ലെക്സ് ഇല്ല. ചവറയിൽ വന്നു. അല്ല, കൊട്ടിക്കലാശത്തിന്റെ പുള്ളി പാലായിൽ വന്നിരുന്നു. പാലയുടെ കൊട്ടിക്കലാശം എളങ്കുളത്ത് വെച്ചായിരുന്നു. അതിന്റെ അവിടെ വന്നിരുന്നു. പുള്ളി എല്ലായിടത്തും പുള്ളി ഇങ്ങനെ നടക്കുകയാണ്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നിസ്സംശയം പറയാവുന്നൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ
അനൂപ് ജേക്കബ്, ഇവിടെ ഈ പറയുന്ന പിറവത്ത് ജേക്കബ് സാർ മരിച്ചപ്പോൾ അനൂപ് ജേക്കബ് അവിടെ നിന്ന് ജയിച്ചത് ജേക്കബ് സാർ ഉണ്ടാക്കി വെച്ചൊരു പ്രഭാവമാണ്. ഈ ഉമ്മൻചാണ്ടി ഉള്ള കാലത്തോളം ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ചൊരു പ്രഭാവമാണ് ഇന്ന് ചാണ്ടി ഉമ്മനെ ഇതാ ഒരു മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് നമുക്ക് മുന്നിലൊരു കെ മാണി ഉണ്ടായിരുന്നു. അദ്ദേഹം UDF നിന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തല കണ്ടാൽ വോട്ട് വീഴും. ചാണ്ടി എന്താ പറയുന്ന മാണി സാറ്, അദ്ദേഹം ബാർക്കോഴ വിഭാഗത്തിൽ പാർട്ടിക്കാർ ഈ കലാശക്കൊട്ടിന് അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ കയറി അദ്ദേഹത്തെ കൂവുകയും അദ്ദേഹത്തെ തെറി വിളിക്കുകയും ചെയ്തിട്ട് ആ വോട്ടിന് അദ്ദേഹം പാട്ടും പാടി ജയിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ LDFിലേക്ക് വന്നതോടുകൂടി പതനം ആരംഭിച്ചു. പിന്നീടൊന്നും പച്ച വിട്ടിട്ടില്ല. ഇത്തവണ പാലായി ജയിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി പിന്നെ വീട്ടിലിരിക്കുക, മറ്റേ പുറയിൽ പോയിട്ട് വല്ല കപ്പ ഇടുകയോ വല്ല ചെയ്യുമല്ലാതെ പാർട്ടിക്കാരനൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കാരണം അപ്പുറം ഉണ്ടാക്കി വെച്ചത് മുഴുവൻ പോയി എന്നുള്ളൊരു സത്യം. ഇത്തവണ ജയിക്കുമെന്ന് പറയുന്നത് കേട്ടോ, ജയിക്കട്ടെ. കാരണം സാധ്യതയാണ്, സങ്കടമുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ആദ്യം മാണി സാർ മരിച്ച സമയത്ത് അവിടെ മത്സരിക്കേണ്ടിയിരുന്ന ഒരാളാണ്. അദ്ദേഹം കാണിച്ചൊരു മണ്ടത്തരമായിരുന്നു അന്ന് മത്സരിക്കാതിരുന്നതെന്നുള്ളത്. എന്തായാലും അവിടെ ഒരു സാധ്യത മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ തിരിച്ച് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ജി സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയ അനുഭവങ്ങൾ ഈ പറയുന്ന സമുന്നതരായ CPM നേതാക്കൾക്കോ വേറെ ആർക്കോ ഇല്ലെന്ന് നിസ്സംശയം പറയേണ്ടി വരും. പിണറായിയൊക്കെ മാറി നിൽക്കുന്ന ചരിത്രമുണ്ട് ജി സുധാകരൻ. 1967 പഠനകാലത്ത് തന്നെ CPIMന്റെ മെമ്പറാണ്, അംഗത്വമുള്ളവരാണ്. അതുപോലെ തന്നെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. 1971 SFI ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് SFIയുടെ ആദ്യകാല പ്രസിഡന്റാണ് പുള്ളി. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം, SFIയുടെ ആദ്യത്തെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമാണ്. ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 1996 കായംകുളത്ത് നിന്ന് ആദ്യമായിട്ട് മത്സരിച്ച് വരുന്നു. അതിനുശേഷം 2011 വീണ്ടും മത്സരിക്കുന്നു. 2006 മുതൽ 2011 വരെ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇങ്ങനെ അദ്ദേഹം മന്ത്രിയായും ജനനായകനായും ഒക്കെ നിന്ന് അതായത് പഠനകാലത്ത് തന്നെ 16-17 വയസ്സിൽ തൊട്ട് തന്നെ പുള്ളി DYFIയിലൂടെ വരുന്നു. അതിനുശേഷം പുള്ളി ബ്രാഞ്ച് കമ്മിറ്റികളിലേക്ക് വരുന്നു, പിന്നീട് ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരുന്നു, പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നു, പിന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നു വന്നിട്ടുള്ള, അതായത് ഇന്നലത്തെ ഒരു മഴയത്ത് ഇടിമുഴക്കം വന്നപ്പോഴേക്കും മണ്ണ് പൊട്ടിച്ച് കയറുമെന്നുള്ള കൂണല്ല. അദ്ദേഹം ഒരു വിത്തിനുള്ളിൽ നിന്ന് മുളച്ച് വന്ന് വേര് മണ്ണിലേക്ക് ഇറക്കി വണ്ണം വെച്ച് പിന്നെന്താ പറയുന്ന തായ് വേരുകളെ മണ്ണിലേക്ക് ഇറക്കി നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമാണ്. അതിന്റെ മുകളിൽ ഈ പറയുന്ന പിണറായിയും MV ഗോവിന്ദനും കൂടെ പോയിട്ട് മുണ്ടും പൊക്കി നിന്ന് മുള്ളിയെന്ന് പറഞ്ഞിട്ട് അത് കരിഞ്ഞു പോകത്തില്ല. അതൊന്നാമത്തെ സത്യമായ കാര്യമാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ തോൽവി. പിന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഈ പന്തളം NSS കോളേജിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഭുവനേശ്വരൻ എന്ന് പറയുന്നൊരു SFI നേതാവ് ഉണ്ടായിരുന്നു. KS ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അത് ഈ ജി സുധാകരന്റെ സഹോദരനാണ്. ആ ഒരു സമയത്ത് പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹമാണ് ഈ അനിയന്റെ ചികിത്സാ ചെലവുകളും എല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഇത് മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും പാർട്ടി ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കി. അത് ഈ പറയുന്ന ഈ ജി സുധാകരൻ പാർട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനിയന്റെ മരണത്തെ ഈ KSUക്കാർ കൊന്നു കളഞ്ഞതായതുകൊണ്ട് തന്നെ എന്ന് പറയപ്പെടുന്നു. സത്യം നമുക്കറിയാം, KSU ആക്രമണത്തിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഈ പാർട്ടി പലരെയും സ്വന്തമായിട്ട് കൊന്ന് രക്തസാക്ഷിത്വം ഉണ്ടാക്കിയ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ അല്ലയോ നമ്മൾ ഒരു ആരോപണങ്ങൾക്ക് നമ്മളില്ല. എന്താണെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം, രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നല്ല വൃത്തിക്ക് കൈയിട്ട് വരാൻ അറിയാമെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്താന്നുള്ളത് നമ്മൾ കണ്ണൂർ കണ്ടതാണ്, അവിടെ ഉണ്ടായ വിഷയങ്ങളും അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളും കണ്ടാണ്. എനിവേ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഇവർ കരുതുന്നത് പോലെ കൈപ്പിടിയിൽ ഒതുക്കി വെക്കാവുന്ന ഒരു ചെറിയ കുരുവൊന്നും അല്ല, മനസ്സിലായി? അത് ചുറ്റിപ്പിടിച്ചാൽ കിട്ടാത്തൊരു മരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ പല കേന്ദ്രങ്ങളും ജി സുധാകരൻ എന്ന് പറയുന്ന വലിയ വൃക്ഷത്തിന്റെ തണലിൽ നിൽക്കുന്നതാണ്, മനസ്സിലായി? അവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന വലിയ വൃക്ഷം ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തല ഉയർത്തി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രം ഈ പറയുന്ന വെയിലേറ്റ് കരിഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന വെയിലേറ്റ് കരിഞ്ഞു പോകാത്ത കുറെ പുൽനാമ്പുകൾ മാത്രമാണ് ഈ ആലപ്പുഴയിലെ കുറെ മണ്ഡലങ്ങൾ. അതിൽ ഈ അമ്പലപ്പുഴയിൽ തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികളുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി വന്നതിന് ശേഷമാണ് ഇത് വളരെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പ് ജി സുധാകരനല്ല നിർണായകം, ഈ തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായകമാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും അവർക്കറിയാം തുടർഭരണം എന്ന് പറയുന്നത് ഇനി സ്വപ്നം മാത്രമാണ്. ഇനി എന്തെങ്കിലും അധികാരത്തിൽ വരുമോ എന്ന് പോലും പറയാൻ പറ്റില്ല, മനസ്സിലായി? അതാണ് അവിടുത്തെ ഒരു വിഷയം, ഒരു പ്രശ്നം അതാണ്. കാരണം സത്യത്തിൽ മേഘ ഒരിക്കലും ഒരു തുടർഭരണം വരാൻ പാടില്ല. ഇന്ന് CPM ആണെന്നുണ്ടെങ്കിൽ, ഇന്ന് LDF ആണെന്നുണ്ടെങ്കിൽ
അടുത്ത UDF, അതിനുശേഷം LDF. തുടർഭരണം ഉണ്ടാകുമ്പോൾ അതിലൊരു ഞാനേ ഉള്ളൂ, എനിക്ക് മുകളിൽ ആരുമില്ല, എനിക്ക് മുകളിൽ ആരും പറക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടാകും. അത് ഈ രണ്ടാം പിണറായി സർക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനി കാണരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത്. ഈ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് വരാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞേ. പിണറായി വിജയൻ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയായ വലിയൊരു കാര്യം. കോൺഗ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു, അവർക്ക് മുഖ്യമന്ത്രിയുടെ പേരെടുക്കാനുള്ള ലിസ്റ്റുകൾ ഇഷ്ടം പിടിയാണ്. ചെന്നിത്തലയുണ്ട്, യോഗ്യരായ സതീശനുണ്ട്, ഇനി ആരുമില്ല. യുവ നേതാക്കൾ വേണോ? ദാ കിടക്കുന്നു, ഷാഫി പറമ്പിൽ കിടക്കുന്നു, എന്തിനേറെ ചാണ്ടിയമ്മൻ കിടക്കുന്നു. ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആരെ വേണോ? അവർക്ക് ആരെ വേണം? KC വേണമെങ്കിൽ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരേ ഒരു പിണറായി എന്ന് പറയുന്ന എന്താ പറയുന്ന കടൽക്കിഴവിന് ചുറ്റും വട്ടവിട്ട് പറക്കുന്ന കുറെ എന്താ പറയുന്ന ഈ അതിനൊരു ഇത് പറയുന്നത് ഈ ആമ്പാറ്റകളെ പോലെ ഒരു സൈഡിൽ മരുമകൻ, ഒരു സൈഡിൽ പുള്ളിയുടെ കൂട്ടുകാരൻ, ഒരു സൈഡിൽ പുള്ളിയുടെ അയലക്കംകാരൻ, ഒരു സൈഡിൽ പുള്ളിയുടെ അമ്മാവൻ, അങ്ങനെ കുറെ എണ്ണവും. ഇത് എന്താണെങ്കിലും നിരാശയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പോകരുതാത്തൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ കേരളത്തിൽ വേണം, വേറിട്ട് പോകാൻ പാടില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോയി കഴിഞ്ഞാൽ ഇവിടെ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ വർഗീയ വിഷം കുത്തി നിറയ്ക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും അവർ ഇവിടുത്തെ എന്താ പറയുന്ന ശാന്തിക്കും സമാധാനത്തിനും മേലെ മതം കുത്തി നിറച്ച്, വർഗീയത കുത്തി നിറച്ച് തമ്മിൽ തല്ലിക്കാതിരിക്കുവാനായിട്ട് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സ്ട്രോങ് ആയിട്ട് തന്നെ വേണം. പക്ഷെ ഇവിടെ നിരാശയോടുകൂടി തന്നെ പറയേണ്ടി വരും, ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തെ, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തെ ഒരു വ്യക്തി കടലിലേക്ക് ആഴ്ത്തുകയാണ്. എന്തായാലും ജി സുധാകരന്റെ പ്രഭാവത്തോടു കൂടി ആലപ്പുഴ തീർന്നു കിട്ടി. ഇനി വലിയ താമസമൊന്നും ഇല്ല കണ്ണൂരത്തെ കാര്യം നമുക്ക് ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് പറയാം.